വിദ്യ കൊണ്ടും ബുദ്ധി കൊണ്ടും പ്രബുദ്ധരാണെന്ന് പറയുന്ന മലയാളികളുടെ മനോഭാവം കാണണമെങ്കിൽ ഈ വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിക്കേ. കേട്ടത്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഒരെണ്ണം കൂടി കേട്ടപ്പോൾ ഞാൻ കണ്ടു ഒരെണ്ണം മേലേക്ക് വെടിവെക്കും, മീൻസ് ദൂരെ അത് കണ്ടു. അപ്പോൾ മനസ്സിലായി ടെറർ അറ്റാക്ക് ആണെന്ന് മനസ്സിലായി. അപ്പോൾ നമ്മളെല്ലാവരും, ഞാനും അച്ഛനും മക്കളെയും കൂടി ഞാൻ നിലത്തേക്ക് കിടത്തി. അമ്മ ഉണ്ടായിരുന്നില്ല കൂടെ, കിടത്തി. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് പുറത്തേക്ക്, ഒരു ഫെൻസ് ഏരിയയാണ്, ഫെൻസിൻ്റെ താഴെ കൂടെ രക്ഷപ്പെട്ട് പിന്നെ ചുറ്റും കാട്, പലരും പല ഡിറക്ഷനിലാണ് ഓടുന്നത്. അങ്ങനെ ഓടി വന്നപ്പോൾ ഒരു ടെററിസ്റ്റ് പുറത്തേക്ക് വന്നു. ആ പ്രമിസിൻ്റെ ഉള്ളിൽ നിന്ന് ഓടുന്ന ആൾക്കാരുടെ അടുത്തേക്ക് വന്നിട്ട് എല്ലാവരോടും കിടക്കാൻ പറഞ്ഞിട്ട് നമുക്ക് കേൾക്കണില്ല എന്താ ചോദിക്കണേന്ന് അപ്പോൾ നമ്മൾ പല ഗ്രൂപ്പ് അവരോട് ഓടി കഴിഞ്ഞു. അപ്പോൾ നമ്മളങ്ങനെ ഫ്രോസൺ അല്ല, അവിടെ ഷൂട്ട് ചെയ്തു, എന്തോ ചോദിക്കുന്നു, ഷൂട്ട് ചെയ്യുന്നു. അങ്ങനെ എൻ്റെ അച്ഛൻ്റെയും എൻ്റെ അടുത്തേക്ക് വന്നു. അപ്പോൾ ഒരു സെൻറ്റൻസ് ഒന്നല്ല, ഒരു ഒറ്റ വേർഡാണ് ചോദിക്കുന്നത്, കലിമ അങ്ങനെ ഒരു വേർഡ് ചോദിച്ചു. അപ്പോൾ മനസ്സിലായില്ല എന്ന് ഹിന്ദിയിൽ തന്നെ പറഞ്ഞു. ഒരു 5 സെക്കൻഡ്സ് വെരി സോറി. അപ്പോഴേക്കും അച്ഛനെയും എൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഷൂട്ട് ചെയ്തു. അപ്പം എൻ്റെ മക്കൾ ട്വിൻസ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ബോയ്സ്. അവരായിരുന്നു എൻ്റെ വീക്കപ്പ് കോൾ. അവർ അമ്മ ലെറ്റ്സ് മൂന്ന് പറയാൻ, ഞാൻ അച്ഛനെ കെട്ടിപ്പിടിച്ച് കരയായിരുന്നു. അപ്പോൾ ലെറ്റ്സ് മൂന്ന് പറഞ്ഞപ്പോൾ പിന്നെ എൻ്റെ ഉള്ളിലെ മദറായിരുന്നു. പിന്നെ അപ്പോൾ അച്ഛനെ ഓൺ ദി സ്പോട്ട് ഡെഡാന്ന് എനിക്ക് മനസ്സിലായി. അച്ഛനെ സേവ് ചെയ്യാനോ എന്തെങ്കിലും ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നും അച്ഛനില്ലായിരുന്നു. ഞാൻ എൻ്റെ മക്കളെയും കൂട്ടി അവിടെ നിന്ന് ആ കാട്ടിക്കൂടെ ഏതൊക്കെയോ വഴികളിലൂടെ ഓടി എസ്കേപ്പ് ചെയ്ത് പിന്നെ ഞങ്ങൾ ഒരു ഗ്രൂപ്പിന് പലയിടത്തുനിന്നും വരുന്നവരെല്ലാവരും കൂടി ഒരു സ്ഥലത്തെത്തി. അപ്പോൾ ഈ ഹോസസ് റൺ ചെയ്യുന്ന സ്ഥലം അങ്ങനെ അതേ ഫോളോ ചെയ്ത് ഒരു മുക്കാൽ മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്ക് സിഗ്നൽ കിട്ടാൻ തുടങ്ങി. അപ്പോൾ ഞാൻ വേഗം എൻ്റെ ഡ്രൈവർ മിസ്റ്റർ മുസാഫിർ, ഹീസ് ഓൾസോ ലോക്കൽ കശ്മീരി, അവരോട് വേഗം അറിയിച്ചു. അയാളാണ് പിന്നെ ബാക്കി അറിയിച്ച് പിന്നെ ഒരു വിത്തിൻ ഒരു 7 മിനിറ്റ്സിൽ മിലിറ്ററി വേഗം ഓടി മേലെ കയറി പോകുന്നുണ്ടായിരുന്നു. ആൻഡ് ലോക്കൽസ് ഓൾസോ ടു ഹെൽപ്പ് ദ എൽഡർലി ഹു ഫെൽ ഓഫ് ദ വേ. ശബ്ദം കേട്ടപ്പോൾ നിങ്ങൾക്ക് അവിടെ മാറി പോകാൻ പറ്റി, പക്ഷേ എന്നിട്ട് രണ്ടാമത് തെരഞ്ഞു പിടിച്ച് വരുന്നല്ല, എത്ര ആൾക്കാരുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതൊരു വലിയ ഏരിയ ആണ്. അപ്പോൾ ഇത് ഞങ്ങൾ കേൾക്കുന്നത് ആ ഒരു എൻട്രൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഗ്രീൻ ഒരു ഗോപുരം പോലത്തെ ആ ഏരിയയിൽ നിന്നാണ് കേൾക്കാൻ തുടങ്ങിയത്. ബാക്ക് സൈഡിൽ നിന്ന് എല്ലാ സൈഡിൽ നിന്ന് അങ്ങനെയൊന്നും അല്ല പറഞ്ഞത്, എൻ്റെ ഒരു ഓർമ്മയില്ല. നമ്മളൊരു ട്രോമയിലാണല്ലോ. അവിടെ നിന്നാണ് വന്നത്. നമ്മൾ ഓടി വന്നപ്പോൾ കുറച്ച് പേര് ഉള്ളിൽ തന്നെ ഉണ്ടല്ലോ, കുറച്ച് പേര് അങ്ങോട്ടും പോയി കാണുമായിരിക്കും. അപ്പോൾ ഇയാളാ പുറത്തെങ്ങനെ നിന്നവരായിരിക്കും, അവരങ്ങനെ നടന്നു വന്നു. ഞാൻ അച്ഛനെ കെട്ടിപ്പിടിച്ചായിരുന്നപ്പോൾ എൻ്റെ തലയിലൊന്ന് കുത്തിയത്. പക്ഷേ എനിക്ക് തോന്നുന്നു എന്നെ വെടിവെക്കാനാണോ അതോ എന്തിനാ പേടിപ്പിക്കാനാണോ എന്ന് അറിഞ്ഞൂടാ. ചെയ്തപ്പോൾ എൻ്റെ മക്കളെ കരഞ്ഞുകൊണ്ട് അയാൾ വിട്ടിട്ട് പോയതാണ്. ഞങ്ങൾ അവിടെ ഒരു 2:10 എങ്ങാനും എത്തിക്കാണും. ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ കയറി. നമ്മൾ ഒരു ഭാഗം എൻട്രൻസിൽ നിന്നാണ് ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ കയറുക. പിന്നെ അവിടെ ഒരു ഫോട്ടോ എടുക്കാനുള്ള സ്ഥലം, കുട്ടികളെ കൊണ്ട് പോകുമ്പോൾ അവർ ഈ ഫോട്ടോ സാധനങ്ങൾ എൻജോയ് ചെയ്യില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു റൈഡിൽ കയറ്റാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് മാക്സിമം 10 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ ഇറ്റ് ഹാപ്പൻഡ്. അല്ല, എല്ലാവരും എനിക്കറിയില്ല, ടു ബി ക്ലിയർ. എൻ്റെ അടുത്ത് വന്ന ആൾ സൈനിക വേഷത്തിലല്ലായിരുന്നു. എന്താ സംസാരിച്ചുകൊണ്ട് വന്നത്? ഇത് വലിയൊരു ബഹളം ഉണ്ടാക്കിക്കൊണ്ട് അങ്ങനെ ഗ്രൂപ്പിലേക്ക് വരികയാണോ ചെയ്തത്, അതോ ആദ്യത്തെ വെടിവെച്ചാൽ നിങ്ങൾ നിന്ന സ്ഥലത്ത് നിന്ന് കുറേ ദൂരെയായിട്ടായിരുന്നു? അതെ, ആദ്യത്തെ വെടിവെച്ച ദൂരെയായിട്ടായിരുന്നു. ശബ്ദമായിട്ട് വരും പൊട്ടുന്നു അങ്ങനെ എന്തൊക്കെയോ തോന്നിയില്ല പലരും? ശബ്ദം പടക്കം പൊട്ടുന്ന പോലത്തെ. അപ്പോൾ ഇവിടെ ആരെയൊക്കെ മലയുടെ മേലെ പടക്കം പൊട്ടുക എന്നുള്ള. രണ്ടാമത്തേന് ഞാൻ തിരിഞ്ഞു നോക്കി. പിന്നെ സ്ഥലവും ഇങ്ങനെ ഓപ്പൺ ആണല്ലോ, നമുക്ക് അവിടെ വേറെ ഡിസ്ട്രാക്ഷൻസ് ഓബ്സ്റ്റിക്കിൾസ് ഒന്നുമില്ല. അപ്പോൾ ഞാൻ കണ്ടു. ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടല്ലോ അല്ലേ? ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ട് കാണും. പക്ഷേ ആളുകൾ ശ്രദ്ധിച്ചത് ഈ ഒരു കാര്യങ്ങളല്ല. അദ്ദേഹത്തിൻ്റെ മകളുടെ ചുണ്ടത്ത് ലിപ്സ്റ്റിക് ഉണ്ടോ എന്നത്. അവൾ ഒരുങ്ങിയിരിക്കുന്നു, അവൾ സന്തോഷത്തോടെയാണ് കാര്യങ്ങൾ പറയുന്നത്, അവൾ കരയുന്നില്ല. ഇതൊക്കെയാണ് ആൾക്കാർ ചർച്ചാ വിഷയമാക്കിയത്. ഒന്നോർത്തു നോക്കുക, ഒരു പട്ടാളക്കാരൻ വളർത്തിയ ഒരു മകളാണ് അവളൊരു അമ്മയാണ്. അവളുടെ അമ്മയെ സമാധാനപ്പെടുത്തേണ്ടത് അവളാണ്. കരഞ്ഞുകൊണ്ടിരുന്നാൽ അതിനെ നേരം കാണൂ. കരഞ്ഞില്ല എന്ന് കരുതി മരിച്ചത് അവളുടെ സ്വന്തം അച്ഛനാണ്. സങ്കടമില്ലാതിരിക്കുമോ? ആളുകളുടെ ചർച്ച ഇത്രത്തോളമാണ്. ഒന്ന് ഓർത്തു നോക്കുക, ആളുകളുടെ മാനസികാവസ്ഥ എന്താണ്. ഒരു വ്യക്തി സ്വന്തം അച്ഛൻ മരിച്ചു കിടക്കുമ്പോൾ പറയുന്ന കാര്യങ്ങളെക്കുറിച്ചല്ല ചിന്തിക്കുന്നത്. അവൾ എങ്ങനെയാണ് ഒരുങ്ങിയിരിക്കുന്നത്, അവൾ ചുണ്ടത്തെ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടോ, അവളുടെ ഡ്രസ്സിങ് എന്താണ്. നാണമില്ലേ?